അങ്ങനെ ഒരിക്കൽ കൂടി കേരളം തെണ്ടാനിറങ്ങുകയാണ്. 12-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി, ഈ 12-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണുന്നു. അമ്മ നിർമ്മലാമ്മ വല്ലതും തരണേ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതായിരുന്നില്ല. ഇപ്പോൾ കാണിച്ചു തരാം. കേന്ദ്രത്തിന് 50,000 കോടി ഇങ്ങോട്ട് കിട്ടാനുണ്ട്, വാങ്ങിച്ചിരിക്കും. കേന്ദ്രം അവഗണന, കേന്ദ്രം തട്ടിപ്പറിക്കുന്നു, കേന്ദ്രം കേരളത്തിന് ഒന്നും തരുന്നില്ല, കേരളത്തിൻ്റെ മുഴുവൻ കൊണ്ടുപോകുന്നു എന്നൊക്കെ വീരസ്യം പറഞ്ഞവർ അവസാനം സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, എന്തു പറയുക, നിനക്കൊന്നും തരാനില്ല. പിന്നെ പറഞ്ഞു, വല്ലതും അയ്യവാവാണ്, വല്ലതും കൊടുത്തേക്ക്, പിച്ചക്കാശ് വല്ലതും കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കേന്ദ്രം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഒരു 13,500 കോടി രൂപ കൊടുക്കാം. പക്ഷെ അത് ചുമ്മാതൊന്നുമല്ല, അടുത്ത വർഷത്തിൽ തട്ടിക്കിടിക്കും. ഇവന്മാർക്ക് 5 പൈസ കൊടുക്കാനില്ല. 50,000 കോടി എന്നൊക്കെ പറഞ്ഞ കള്ളത്തരാണ്. പിന്നെ കരഞ്ഞ് പിടിച്ച് സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതിക്ക് പോലും തോന്നിപ്പോയി എന്തെങ്കിലും കൊടുത്തേക്കാം. അങ്ങനെയാണ് ഒരു 13,000 കോടി രൂപ അത് കടമായിട്ട് അടുത്ത വർഷം കിട്ടാനുള്ളതിൽ നിന്ന് കുറയും. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ വീണ്ടും പഴയ പോലെ ഇപ്പോൾ 12,000 കോടി രൂപ കടമെടുക്കണം. വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന് 6,250 കോടി കിട്ടാൻ അർഹതയുണ്ട്, കടമെടുക്കാൻ അർഹതയുണ്ട്. പിന്നെ പങ്കാളിത്ത പെൻഷനും അക്കൗണ്ടന്റ് ജനറൽ അംഗീകരിച്ച പൊതുകണക്ക് പ്രകാരം പിന്നെ ഒരു 6,000 കോടി കിട്ടാൻ ഞങ്ങൾക്ക് കടമെടുക്കാൻ അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് 12,000 കോടിയുടെ കണക്ക് പറയുന്നത്. അതിൽ ഇനിയിപ്പോൾ കടപ്പത്രം ഇറക്കിയിട്ട് സമാഹരിക്കണമെങ്കിൽ രണ്ട് ഡേറ്റേ ഉള്ളൂ. നമുക്ക് അനുമതി കിട്ടിയാൽ മാത്രമേ ഇത് സമാഹരിക്കാൻ പറ്റുള്ളൂ. മാർച്ച് 18, മാർച്ച് 25 ഈ 2 ദിവസങ്ങളിൽ മാത്രമേ നമുക്കിനി കടപ്പത്രം ഇറക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് കേന്ദ്രം കടാക്ഷിച്ചില്ലെങ്കിൽ, നിർമ്മല സീതാരാമൻ കടാക്ഷിച്ചില്ലെങ്കിൽ ശമ്പളം പെൻഷൻ കൊടുക്കാനുള്ള 25,000 കോടി ഉൾപ്പെടെ സ്വാഹ. കേരളം വീണ്ടും പിച്ചച്ചട്ടിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ കേന്ദ്രത്തിന് തെറി പറയാൻ പറ്റുന്നില്ല, 50,000 കോടിയില്ല, സുപ്രീം കോടതിയുടെ വഴിക്ക് പഠിക്കൽ പോലും ചെല്ലാൻ പറ്റില്ല. എന്തു ചെയ്യും? ഇത് KV തോമസ് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമനെ ആശാവർക്കർമാരുടെ ആ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണെന്ന് പറഞ്ഞിട്ട് കണ്ടിരുന്നല്ലോ. അത് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഇവിടുത്തെ നാണക്കേട് ഒഴിവാക്കാം, എനിക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയെങ്കിലും തരുമോ അമ്മാന്ന് ചോദിച്ചു. അതെ, അപ്പൊ അന്ന് പറഞ്ഞിരുന്നതാണ് ഈ മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണും എന്ന് പറഞ്ഞിട്ട്. അതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിർമ്മല സീതാരാമന്റെ അടുത്ത് തോമസ് പോയത്. നമ്മുടെ ആള് വരുന്നുണ്ട്, അതെ, ചിത്ത വിളിക്കരുത്, ഒന്ന് നല്ല പരിഗണനയൊക്കെ ചെയ്തോളണം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ധനകാര്യ മാനേജ്മെന്റ് സമ്പൂർണ്ണ പരാജയമാണ്. ഈ നമ്മുടെ ധനകാര്യ മാനേജ്മെന്റ് വേറൊരു സംസ്ഥാനവുമായിട്ട് ഏതാണ്ടൊരു സമാനതയുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഹിമാചൽ പ്രദേശുമായിട്ടാണ്. കാരണം ഹിമാചൽ പ്രദേശ് ഈ സാധാരണ കടമെടുപ്പിന് പരിധിയൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ കടന്നു പോയിട്ട് 49% കടമെടുത്തിട്ടുണ്ട്. നമ്മൾ ഡോക്ടർ ബി വേണു ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ ഒരിക്കൽ കൊടുത്തിരുന്നു ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നപ്പോൾ. നമ്മൾ കുത്തുവാള എടുത്തിരിക്കുകയാണെന്ന്, മുമ്പത്തെ ചീഫ് സെക്രട്ടറി കുത്തുവാള എടുത്തിരിക്കുകയാണെന്ന് അതിൽ വ്യക്തമാക്കിയിരുന്നു. എൻ്റെ ഓർമ്മ അതിൻ്റെ അകത്ത് 39% നമ്മൾ പരിധി വിട്ടിട്ടേ കടമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹിമാചൽ പ്രദേശും കുത്തുവാള എടുത്തിട്ട് എല്ലാത്തിനും 2 കക്കൂസ് 2 ക്ലോസറ്റുള്ള വീടിന് കൂടുതൽ അതുവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ അവിടെ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ മറ്റേ ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. കർണാടക മോഡൽ. ക്ഷേത്രങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ 2 പദ്ധതികൾക്ക് നിങ്ങൾക്ക് സംഭാവന ചെയ്യാമെന്ന് നിങ്ങൾ മറ്റേ ഭരണസമിതി കൂടുമ്പോൾ ഒരു സംഗതി പാസ്സാക്കണം. അല്ല, അത് കുറച്ച് മര്യാദയുണ്ട്. കർണാടക പോലെ അല്ല, നിങ്ങൾ കൂടിയിട്ട് വല്ലതും താ അമ്മ എന്ന് കൈ നീട്ടുകയാണ്. കർണാടകയിൽ അങ്ങനല്ല, പിടിച്ചോണ്ട് പോയി. അതെന്താന്ന് വെച്ചാൽ അവിടെ ഒരു മോസ്കിന്റെ പ്രശ്നത്തില് പരിക്ക് പറ്റിയിരിക്കുകയാണ് സർക്കാർ. പിന്നെ അവിടുത്തെ ഹോട്ടലുകൾ ഉണ്ടല്ലോ, ഹിമാചൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അത് ആളുകൾ കയറാതെ മുഴുവൻ വിൽക്കാൻ പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളുടെ പരിധി കഴിഞ്ഞ് നമ്മൾ കടമെടുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ മസാല ബോണ്ട് തുടങ്ങിയുള്ള ലണ്ടനിൽ പോയി മണിയടിച്ചതാണ് അത്യാധുനിക സംഭവങ്ങളിലേക്കൊക്കെ. കാരണം ഒരു സംസ്ഥാനം മസാല ബോണ്ടിലേക്കൊക്കെ ഇറങ്ങുന്നത് അസാധാരണമായിരുന്നു. അത് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്
ദേശീയ തലത്തിലുള്ള കോർപ്പറേഷനുകളൊക്കെ ആവിഷ്കരിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 2 സ്ഥാപനങ്ങൾ മസാല ബോണ്ട് ഇറക്കിയപ്പോഴേക്കും ഇവിടെ തോമസ് ഐസക്കിന് ചൊറികുത്തി ഇങ്ങനെ ഈ ബൂർഷ്വ പരിപാടിക്ക് ഇറങ്ങിയത്. ഊഹക്കച്ചവടമാണല്ലോ. ഈ സാധാരണ കൊടുക്കുന്ന പലിശയേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ അതിന്. 10.10% മറ്റോ കൊടുത്തിട്ടുണ്ട് മസാല ബോണ്ടിന്. കാനഡയിലെ ഒരു കൺസോർഷ്യമാണ് അത് കൂടുതൽ മേടിച്ചത്. അതെ. ഞാൻ ആലോചിക്കുന്നത് ഈ 12-ാം തീയതി മുഖ്യമന്ത്രി ജോൺ ബ്രിട്ടാസിനെയും കൂട്ടിയായിരിക്കും പോകുന്നത്. പോകുമ്പോഴത്തേക്ക് നിർമ്മലാ സീതാരാമൻ്റെ അടുത്തൊന്നും പിടിച്ചു നീക്കാൻ പറ്റൂല. കാരണം ഇവിടേക്ക് 50,000 കോടി ഉണ്ടെന്നും പറഞ്ഞപ്പോൾ നിർമ്മല സീതാരാമൻ ആറ്റിങ്ങലിൽ വന്നിട്ട് പൊളിച്ചടുക്കി കൈ കൊടുത്തു. അപ്പോൾ നമ്മുടെ ചാനലുകാരൊക്കെ ചെയ്തെന്നറിയോ, നിർമ്മലാ സീതാരാമൻ പ്രസംഗിച്ചപ്പോൾ എല്ലാവരുടെയും ക്യാമറ ഓഫ് ചെയ്ത് കളഞ്ഞു. അത് വാർത്തയായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്തു. കാരണം എല്ലാ ക്യാമറകളും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. അവരുടെ ലൈറ്റ് ഓഫായിരുന്നു. കാരണം നിർമ്മലാ സീതാരാമൻ്റെ പ്രസംഗം ഷൂട്ട് ചെയ്ത് ഇവിടെ കാണിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷം ഉണ്ടാക്കുന്ന ഈ കള്ളക്കണക്കുകൾ പൊളിയുമായിരുന്നു. അതുകൊണ്ട് വാർത്തയായില്ല, ചാനലുകളിൽ വാർത്തയായി. നമ്മളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയയും ചില പത്രങ്ങളുമാണ് കണക്ക് ആ പ്രസംഗം ഫുൾ ടെക്സ്റ്റ് കൊടുത്തത്. അവിടെ വീണ്ടും പോയി നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം അർഹതയില്ല. കഴിഞ്ഞ വർഷം അനർഹമായത് അതിനടുത്ത വർഷം, അതായത് ഈ സാമ്പത്തിക വർഷം കിട്ടാനുള്ളതും കൂടെ കഴിഞ്ഞ വർഷം മേടിച്ച് ചിലവാക്കി കടമായിട്ട്. ഇനി വീണ്ടും ഇതേ തുടർ പ്രക്രിയയായിട്ട് ചെല്ലുമ്പോൾ നിർമ്മല ഓടിച്ചു വിടത്തില്ലേ പിണറായി? ഈ കടപ്പത്രം ഇറക്കലൊന്നും നടക്കില്ല. കാരണം അത് പരിധിക്ക് അപ്പുറമുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലോ, ഇത്തരം കടമെടുത്തുകയാണ്. അത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ കണക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ചെയ്തതിനേക്കാൾ വഷളായിട്ടാണ് ഈ 2 പിണറായി സർക്കാരുകളുടെ കാലത്ത് ചെയ്തതെന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ കണക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇല്ല, 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുകയല്ലേ. 10 വർഷം ഒരു വലിയ കാലയളവാണ്. ഒരു പക്ഷേ അടുത്ത 5 വർഷം കൂടെ കിട്ടുകയാണെങ്കിൽ 15 വർഷം ഭരിക്കാൻ കഴിഞ്ഞിട്ടും എന്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് കേരളത്തിന് തനത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോട്ടറിയും ഈ കള്ള് കച്ചവടവും ഈ ഡീസലിൻ്റെ നികുതിയും അല്ലാതെ എന്താണ് നമുക്കൊരു വരുമാനം? നമുക്ക് വരുമാനം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ ബജറ്റിന് ഉത്തരവാദിത്തം വരുന്ന സർക്കാർ തന്നെ ഗ്യാരണ്ടി കൊടുക്കുന്ന കിഫ്ബി എന്ന് പറഞ്ഞ പരിപാടിയിൽ ഏർപ്പെട്ടു. അതിനു വേണ്ടി ചെലവാക്കുന്ന ഈ 1000-കണക്കിന് കോടിയുടെ ഗ്യാരണ്ടർ എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും ചെയ്യുന്ന പോലെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബജറ്റിലെ പരിപാടികൾ നടപ്പാക്കുക എന്നുള്ളതാണ്. പക്ഷേ പബ്ലിക് ഫിനാൻസിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത ഒരാളാണ് ഈ തോമസ് ഐസക്ക്. കാരണം അങ്ങേരുടെ മേഖല ബാലഗോപാലാണല്ലോ ഇപ്പോഴത്തെ മന്ത്രി. ബാലഗോപാൽ ആദ്യം ഈ കിഫ്ബിയെ പറ്റി അത്ര താല്പര്യമില്ലാതെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ കിഫ്ബി വീണ്ടും ബജറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത്, കിഫ്ബി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികളല്ല നടപ്പാക്കിയത്. എക്സ്പെൻഡിച്ചർ മാത്രമേ ഉള്ളൂ. ഈ സ്കൂൾ കെട്ടിടവും പാലം പണിയും ഇങ്ങനത്തെ. അത് സ്കൂൾ കെട്ടിടമൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് വരുമാനം ഉണ്ടാവും എന്നുള്ളതാണ്. വരുമാനം ആകെ ഉണ്ടാവുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ആ ഭാഗത്ത് മാറ്റമൊന്നുമില്ല. അതൊരു സഖാക്കളുടെ പ്രസ്ഥാനമാണല്ലോ. അപ്പൊ കിഫ്ബി എന്നുള്ളത് ഈ ബജറ്റിന്റെ പുറത്ത് നമുക്ക് പലതും കാട്ടിക്കൂട്ടാം എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അത് വന്നത്. അത് വലിയ പുലിവാലായിട്ടാണ് കിടക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അവതരിപ്പിച്ച രേഖയുണ്ടല്ലോ, ആ രേഖയിൽ ഈ കിഫ്ബി വഴി പണിത പാലത്തിന്റെ ആ ഭാഗത്തൊക്കെ ടോൾ പിരിക്കാം എന്നുള്ള ആശയം പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി വഴി നിർമ്മിച്ച എല്ലാ റോഡുകളിലും ടോൾ പിരിക്കാൻ വരുന്നുണ്ട്. സെസ് കൂട്ടുക, എല്ലാത്തിനും സെസ് കൂട്ടുക, ഒരു സെസ് രാജായിട്ട് മാറ്റുക. പിന്നെ ഫീസിന് അത് ഭയങ്കര ഫീസുകൾ ഏർപ്പെടുത്താൻ പോകുന്നു. അതിന് ജനങ്ങളെ വരുമാനം അനുസരിച്ചിട്ട് പല തട്ടുകളായിട്ട് തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം. ജനങ്ങളെ രണ്ടാക്കി തിരിക്കുന്ന പരിപാടിയാണ് മാർക്സിസം. മുതലാളിയിൽ നിന്നും തൊഴിലാളിയിൽ നിന്നും. ഇത് അതിനേക്കാൾ കൂടുതൽ തട്ടുകൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസമായിട്ട് ഒരു ബന്ധമില്ലാത്ത പരിപാടികളാണ് ആ രേഖയിടകത്തുള്ളത്. അല്ല, ഏതായാലും എനിക്ക് തോന്നുന്നത് സർക്കാരിന് ഈ 10 വർഷം വെറുതെ പാഴാക്കി. 10 വർഷം കൊണ്ട് കഴിഞ്ഞ കൊല്ലം ചെയ്ത പോലെ തന്നെ ഈ സുപ്രീം കോടതി പറഞ്ഞിട്ട് ചെയ്തില്ലേ, അടുത്ത കൊല്ലത്തെയും കൂടി അതിൽ നിന്നുള്ള ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കാന്നല്ലാതെ ഇപ്പോ അതാരും കൊടുക്കാനാ? നമ്മൾ സുപ്രീം കോടതി പറഞ്ഞിട്ടാ കൊടുത്തത്. ഇപ്പൊ വയനാട്ടിലെ
പാക്കേജിന്റെ കാര്യം നോക്കുക. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള പൈസ, ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഫണ്ട് അതിനകത്ത് കേന്ദ്രത്തിന്റെ തുകയുണ്ട്, അതിൽ തുകയുണ്ട്. അത് 700 കോടി രൂപയോളം കാണേണ്ടതാണ്. പക്ഷെ ഹൈക്കോടതി പോയപ്പോ 6 കോടിയോ 60 കോടിയോ ഒക്കെ അതിൽ ബാക്കിയുള്ളൂ എന്നുള്ളത് വ്യക്തമായി. എവിടെ ഉപയോഗിച്ചെന്ന് ആർക്കും അറിയില്ല. അപ്പൊ 7 മാസത്തെ സമയം കിട്ടിയിരുന്നു. ആ 7 മാസത്തെ ഒന്നും ചെയ്തില്ല. ആ സമയത്ത് ആ എസ്റ്റേറ്റ് ഏറ്റെടുക്കുക പോലും ചെയ്തില്ല. ആ ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ 500 കോടിയോ 550 കോടിയോ അനുവദിച്ചില്ലേ കേന്ദ്രത്തിൽ നിന്ന്. അത് ഉപയോഗിക്കാനുള്ള 90 കോടി അത് ഉപയോഗിക്കാനുള്ള കടലാസുകളും ഒക്കെ കിട്ടും. മാർച്ച് 31-നകം ഉപയോഗിക്കാം. അയ്യോ, അത് പറഞ്ഞപ്പോ പ്രശ്നമായി. എങ്ങനെ ഉപയോഗിക്കുന്നതായി? കാരണം ഇവരൊന്നും ചെയ്തിട്ടില്ല. എല്ലാ ലിസ്റ്റും റെഡിയായി, എല്ലാ പട്ടികയും ശരിയാക്കി, ആളുകളെ കണ്ടെത്തി, ഗുണഭോക്താക്കളെയൊക്കെ കണ്ടെത്തി വെച്ചിരുന്നെങ്കിൽ ഈ പണം കിട്ടുന്ന മുറയ്ക്ക് അത് ചെലവഴിക്കാമായിരുന്നു. എന്തായാലും ഊരാളുങ്കൽ സൊസൈറ്റി ആണല്ലോ ചെയ്യുക. അതെ, ഇല്ലേ? അപ്പൊ പിന്നെ ഈ കടലാസുകൾ സംഘടിപ്പിക്കാനൊന്നും പ്രയാസമില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തിലല്ലേ കടലാസ് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ധനകാര്യ മാനേജ്മെന്റിന് വേണ്ടി ഈ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ. ഇപ്പൊ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ ആ സെക്രട്ടേറിയറ്റിൽ അവിടുത്തെ ഒരുപാട് ഈ വൈദ്യുതി അനാവശ്യമായിട്ട് ഫാൻ കറങ്ങുന്ന പോലത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇത്ര നേരമൊക്കെ മന്ത്രിമാർ നിന്നാ മതി ഓഫീസിൽ, ബാക്കി വീട്ടിലൊക്കെ ചെയ്താൽ മതി. ഇതുകൊണ്ട് തന്നെ കുറച്ച് കോടികൾ അവിടെ ലാഭം ഉണ്ടായി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിർമ്മലാ സീതാരാമൻ ഏതായാലും മുഖ്യമന്ത്രി ചർച്ച ചെയ്യും, മുഖ്യമന്ത്രി കാണാൻ പോവാണ്. അപ്പോൾ ഈ ട്രംപും സെലൻസ്കിയുടെ മീറ്റിംഗ് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്ത പോലെ ലൈവായിട്ടൊന്ന് കാണിച്ചാൽ നന്നായിരുന്നു. ഒരു കാര്യമുണ്ട്, ഈ കലാപത്തിന്റെ അടുത്തെത്തിയ ഒരു സന്ദർഭത്തിൽ വിഴിഞ്ഞത്ത് അല്ലേ, നിർമ്മലാ സീതാരാമൻ വന്നിട്ടാണ് കരഞ്ഞു പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെയൊക്കെ ശാന്തരാക്കിയത്. ഒരു ഘട്ടത്ത് പിണറായി അന്ന് അങ്ങനെയാണ് പിണറായി പോയില്ല അവിടെ. അല്ല, അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പങ്കാളിയായിട്ട് ആള് വന്നപ്പോ വേറെ വണ്ടിയെ കയറി. അതെ. അപ്പൊ അതുകൊണ്ട് ഇവിടെയും പിന്നെയും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ശാന്തരാക്കാനൊക്കെ വേണമെങ്കിൽ അഭ്യർത്ഥിക്കാം. അങ്ങനത്തെ അവിടെ പോയിട്ട് കാശ് തന്നേ പറ്റൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആയമ്മ എടുത്ത് അത് കാലേവാരിയല്ലേ. അവർക്ക് ഇതൊക്കെ കാണാൻ പാടാ. ഈ പിണറായി വിജയനും കെ വി തോമസിനും അറിയാത്ത കണക്കുകൾ മുഴുവൻ മോദി പ്രസംഗിക്കുമ്പോഴൊക്കെ കണക്കുകൾ പറയുന്നത് കണ്ടിട്ടില്ലേ? കാരണം അവർ വളരെ പഠിച്ചിട്ട് തറവാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എത്രയോ കോടിയുടെ മോദിയുടെ എല്ലാ പ്രസംഗത്തിലും. അല്ല, അങ്ങനെ ഡാറ്റ വെച്ചിട്ട് ബൈഹാർട്ടായിട്ട് ഓർമ്മയിൽ നിന്ന് സഖാവ് പിണറായിക്ക് പറയാനൊന്നും കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, പിന്നെ അങ്ങനെ വളരെ കീനായിട്ട് ഈ സബ്ജക്റ്റുകളെല്ലാം ഏത് വകുപ്പിനെ എടുത്താലും അതിലെ എല്ലാ ഡാറ്റയും വിരൽ തുമ്പിലോ നാവിന്റെ തുമ്പിലോ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഒന്നുമല്ല. കടലാസ് എഴുതി കൊടുക്കുന്നു, നോക്കി പറയുന്നു എന്നല്ലാതെ. ബാലഗോപാലൻ അങ്ങനെയല്ല, ഐസക്കും അല്ല. ബാലഗോപാലിന്റെ സഹോദരൻ ഡോക്ടർ കെ എൻ ഹരിലാല് ഈ പണി അറിയാവുന്ന ആളാണ്. അത് മന്ത്രിയല്ലോ. ഏതായാലും 12-ാം തീയതിയിലെ ചർച്ച എങ്ങനെ നടക്കും എന്ന് നമുക്ക് ഇപ്പോഴേ പ്രവചിക്കാൻ പറ്റും. കാരണം ഒന്നും തരാൻ പോകുന്നില്ല, മിക്കവാറും ഒന്നും കിട്ടാതിരിക്കും. നമുക്കിപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ സംസ്ഥാന ദ്രോഹി എന്ന് പറയുമായിരിക്കും. പക്ഷെ നമ്മൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടണ്ടേ. അപ്പൊ നമ്മൾ മറ്റേ ഗഡ്കരി അനൗൺസ് ചെയ്ത പദ്ധതിയും കൂടി ഓർക്കണം. അതെ, അതും നിർമ്മല പറയും. ഗഡ്കരി ഇത്ര പറഞ്ഞിട്ടില്ലേ, അതും കേരളത്തിലേക്കല്ലേ, കാശല്ലേ. റോഡിനാണേലും പാലത്തിനാണേലും കാശ് തന്നെയാണ് കേന്ദ്രം തരുന്നതാണ്. അതെ, കിഫ്ബിയേക്കാൾ നല്ല പദ്ധതികളാണ് ഗഡ്കരി പ്രഖ്യാപിച്ചത്. അതെ അതെ. ഏതായാലും കേരളത്തിൻ്റെ ഈ അവസ്ഥ എക്കാലത്തും ഇങ്ങനെ ചട്ടിയുമായി അമ്മ വല്ലതും തരണേ എന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ ഓർക്കുമ്പോൾ. ഹരിശ്രീ അശോകന്റെ ഒരു കഥാപാത്രമില്ലേ ഒരു സിനിമയില്, വല്ലതും തരണേ അമ്മമ്മ വല്ലതും തരണേ, അങ്ങനെ മറ്റല്ലേ. ഏതായാലും കഷ്ടമാണ്. നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ നിരന്തരം കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഞാൻ ആലോചിക്കുന്നത്, ഒരു കാരണവശാലും കേന്ദ്രം അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ളത് ഈ വർഷം കൊടുക്കരുത്. കാരണം അടുത്ത വർഷം കേരളത്തിൽ പുതിയൊരു സർക്കാർ വരാൻ പോവാ. 2026 അധികാരത്തിൽ വരുന്ന സർക്കാരിനെ കൂടെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഭാവിയിലുള്ള തുകയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് അത്ര ഗുണമാണോ? അതാണ് നമുക്ക് അങ്ങോട്ട് വെക്കാനുള്ള നിർദ്ദേശം. അതെ, ഏതായാലും നമുക്കൊക്കെ നല്ല കാലം വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.